വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിയലിന് വേണ്ടിയിട്ട് മലക്കറിയുടെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്തിടണം പച്ചക്കറി. മുരിങ്ങയ്ക്കയാണ് എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിടേണ്ടത്. അവിയലിന് നീളത്തിനാണ് നമ്മൾ പച്ചക്കറി കട്ട് ചെയ്തിടേണ്ടത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനെ നീളത്തിൽ മുഴുവൻ പച്ചക്കറി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അവിയലിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പച്ചക്കറി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അവിയലിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങയാണിത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഇത് എടുത്തിരിക്കുന്നത്. നേരത്തെ മലക്കറിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഇതിൽ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 2 പച്ചമുളക് നേരത്തെ ഒരു 3 പച്ചമുളക് ഞാനതിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ പച്ചമുളകാണ്. 2 പച്ചമുളക് ഇപ്പോൾ ഇതിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു 4-5 പീസ് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ പച്ചക്കറി വെന്തിട്ടുണ്ട്. പച്ചക്കറിയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ അവിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും പച്ചമുളകും കറിവേപ്പിലയും വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങളാണ്. അത്യാവശ്യം കുറച്ച് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. പച്ചമുളകിൻ്റെയൊക്കെ കുഞ്ഞ് തൈ മേടിക്കാനൊക്കെ കിട്ടും. അത് മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ വിത്തിട്ട് കിളിപ്പിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അരപ്പ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്. പുളി ഒഴിക്കണമെന്നുള്ളവർക്ക് പുളി ഒഴിക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത്. ഇനി 3-4 തണ്ട് കറിവേപ്പില ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഇളക്കണ്ട, അടച്ച് വയ്ക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.